വിളിച്ചു പറയാൻ ഒരുപാടുണ്ട് ഷാനിമോൾ ഉസ്മാന്റെ ഈ വിജയത്തിനെ കുറിച്ച്. ഷാനിമോൾ ഉസ്മാന്റെ പോരാട്ട വീര്യം തന്നെയാണ് ഈ മഹാവിജയം ഷാനിമോൾക്ക് ലഭിക്കാനുള്ള കാരണം. അരൂരിന്റെ മകളായി ഷാനിമോൾ ഉസ്മാൻ കടന്നു വരുമ്പോൾ തകർത്തത് ഇടതുപക്ഷത്തിന്റെ ചരിത്ര കോട്ട തന്നെയാണ്. 957 മുതൽ ഇടതുപക്ഷം കയ്യിലാക്കി വെച്ചിരിക്കുന്ന കോട്ടയെ തകർത്ത് ഷാനിമോൾ ഉസ്മാൻ മുന്നോട്ട് വരുമ്പോൾ പഠിക്കാൻ ഒരുപാടുണ്ട്. മനു സി പുളിക്കൽ ഒരിക്കലും നിസാര സ്ഥാനാർത്ഥിയല്ല. ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം മനസ്സറിഞ്ഞുകൊണ്ട് തന്നെ ഇടതുപക്ഷം നിർത്തിയ ഒരു സ്ഥാനാർത്ഥിയാണ് മനു സി പുളിക്കൽ. പക്ഷേ മനു സി പുളിക്കലിനെ അട്ടിമറിച്ചുകൊണ്ട് ഷാനിമോൾ ഉസ്മാൻ മുന്നോട്ട് വന്നതിന് വ്യക്തമായ കാരണമുണ്ട്. ആലപ്പുഴയിൽ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ആരിഫിനോട് തോറ്റ ഷാനിമോൾ ഉസ്മാൻ വീണ്ടും മത്സര രംഗത്തേക്ക് ഇറങ്ങുന്നു. അതിനു മുൻപും ഒരുപാട് തിരഞ്ഞെടുപ്പുകളെ കണ്ട ഷാനിമോൾ ഉസ്മാൻ അവിടെയൊക്കെ വലിയ രീതിയിലുള്ള പരാജയങ്ങൾ ഏറ്റുവാങ്ങിയിട്ടും സ്ഥാനാർത്ഥിയാകാൻ വീണ്ടും വീണ്ടും തയ്യാറാവുന്നു എന്നുള്ള ആ ഒരു ഊർജം തന്നെയാണ് എടുത്തു പറയേണ്ട കാര്യം. കാരണം അങ്ങനെ വീണ്ടും വീണ്ടും സ്ഥാനാർത്ഥിയാകാൻ തയ്യാറായി മുന്നോട്ട് വന്നുകൊണ്ട് ഒടുവിൽ ഇടതുപക്ഷം കോട്ടയാക്കി വെച്ചിരുന്ന അരൂരിൽ കയറി തന്നെ ഒരു വിപ്ലവം സൃഷ്ടിച്ചെടുത്ത് അരൂരിൽ ഒരു മഹാവിജയം സ്വന്തമാക്കുന്നു. ഇത് പലർക്കുമുള്ള ഒരു സന്ദേശം തന്നെയാണ്. തോൽക്കും, പക്ഷേ ഒരിക്കൽ വിജയം നിങ്ങൾക്ക് മുന്നിലുണ്ട് എന്ന വലിയ സന്ദേശം കൂടി തന്നെയാണ് അരൂരിലെ മഹാവിജയത്തിന് ശേഷം ഷാനിമോൾ ഉസ്മാൻ നൽകുന്നുള്ളത്. മറ്റൊരു കാര്യം, ഷാനിമോൾ ഉസ്മാൻ കൃത്യമായ രീതിയിൽ തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ചുക്കാൻ പിടിച്ചു എന്നുള്ള റിപ്പോർട്ടുകൾ നമുക്ക് ആ അരൂരിലെ തിരഞ്ഞെടുപ്പ് സമയങ്ങളിൽ നിന്ന് തന്നെ വന്ന കാര്യങ്ങളാണ്. കാരണം കോൺഗ്രസ് ശക്തമായ രീതിയിലുള്ള പ്രചരണം അവിടെ അഴിച്ചുവിട്ടിരുന്നു. എന്നാൽ പോലും ഒരു വിശ്വാസം ഇടതുപക്ഷത്തിനുണ്ടായിരുന്നു. ഇടതുപക്ഷത്തെ അരൂർ കൈവിടില്ല എന്ന ഒരു മഹാവിശ്വാസം ഇടതുപക്ഷത്തിനുണ്ടായിരുന്നു. പക്ഷേ ആ വിശ്വാസത്തെയൊക്കെ അട്ടിമറിച്ചു നേടിയ ഈ മഹാവിജയത്തിന് മധുരങ്ങൾ ഏറെയാണ്. വലിയ രീതിയിലുള്ള ഒരു കയ്യടി തന്നെ ഷാനിമോൾ ഉസ്മാന് ലഭിച്ചിരിക്കുകയാണ്. ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള. ഇനി സേവനങ്ങൾ വിരൽത്തുമ്പിൽ. ബിസ്മി ഹോം നഴ്സിംഗ് സർവീസ്, അണങ്കൂർ, കാസർഗോഡ്.